കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ സർക്കാർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിയോഗിക്കപ്പെടുന്ന പ്ലീഡർമാരുടെ നിയമനം കാലങ്ങളായി വലിയ വിവാദങ്ങൾക്ക് തിരിതെളിക്കാറുണ്ട്. കേവലം ഒരു തൊഴിൽ നിയമനം എന്നതിലുപരി രാഷ്ട്രീയ താൽപര്യങ്ങളും സ്വജനപക്ഷപാതവും ഇതിൽ നിഴലിക്കുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. ഭരണകൂടത്തിന്റെ കേസ് നടത്തിപ്പിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്തേണ്ട പദവികളിലേക്ക് വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തപ്പെടുന്നുവെന്നത് ഗൗരവകരമായ വിഷയമാണ്. പ്ലീഡർ നിയമനങ്ങളിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം യോഗ്യതയേക്കാൾ രാഷ്ട്രീയ കൂറിന് മുൻഗണന നൽകുന്നു എന്നതാണ്. സർക്കാരിന്റെ കേസ് വാദിക്കാൻ നിയോഗിക്കപ്പെടുന്ന അഭിഭാഷകർക്ക് പ്രസ്തുത വിഷയത്തിൽ വേണ്ടത്ര അനുഭവ സമ്പത്തോ നിയമപരമായ അറിവോ ഇല്ലെന്ന ആരോപണം പലപ്പോഴും ഉയരാറുണ്ട്. പ്രാപ്തിയുള്ളവരെക്കാൾ ഭരണകക്ഷിക്ക് വിധേയരായവർക്ക് അവസരം നൽകുന്നത് കോടതികളിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടാക്കുന്നു എന്ന വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പ്ലീഡർ നിയമനങ്ങളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നേരത്തെ തന്നെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിയമനം പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും പ്രമുഖരായ അഭിഭാഷകരുടെ പാനലിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുക്കണമെന്നുമാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ പലപ്പോഴും ഭരണപരമായ സൗകര്യങ്ങൾക്കായി മറികടക്കപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. ഇതിനായി വ്യക്തമായൊരു നിയമമോ ചട്ടമോ കൊണ്ടുവരിക എന്നത് കേരളം ഇന്ന് നേരിടുന്ന വലിയൊരു ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തലവേദനയാകുന്നത് ഗവൺമെന്റ് പ്ലീഡർ നിയമനമാണ്. KSUവിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. കഴിഞ്ഞ കാലത്ത് എതിർചേരിയിൽ നിന്ന് ആക്രമിച്ചവർ ഇന്ന് UDF സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർമാരാകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ജിൻഡോ ജോൺ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ അവരെ അതിനു മുമ്പ് തന്നെ UDFന്റെ ഭാഗമാക്കണമായിരുന്നുവെന്നും മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ മനോവിഷമം ഉണ്ടാക്കുന്നുവെന്നും ജിൻഡോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രഹസ്യമായ രാഷ്ട്രീയം നടത്താൻ ഇത് അടിയന്തരാവസ്ഥയുടെ കാലമല്ലെന്നുകൂടി ജിൻഡോ ഓർമ്മിപ്പിക്കുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ നേരിട്ടെത്തിയാണ് ജിൻഡോ വിമർശനങ്ങൾ ആവർത്തിക്കുന്നത്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ ഔദ്യോഗിക പേര് പൂർണ്ണമായും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിനെ വിമർശിച്ചും ജിൻഡോ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ജിൻഡോയുടെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം. KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിയോ കുട്ടികളൊന്നുമല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയും. അവ പറയുമ്പോൾ അതുകൂടി കേട്ട് അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ബഹുമാനപ്പെട്ട വി ഡി സതീശനാണ്. പിണറായി വിജയന്റെ കാലത്താണ് ഞങ്ങൾ ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ ഞങ്ങളെ തേടി പോലീസ് വരുമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും സാഹചര്യമില്ല. സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ആശങ്കകളും ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഇടമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് കേരളത്തിലെ KSUക്കാർ വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നൊരു പ്രതികരണം വന്നു. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലമാണ് ഞാൻ ചോദിച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്? അല്ല, അതിലുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിവാദം തുടങ്ങിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നു. മറിച്ച് പല ആളുകൾ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീർച്ചയായിട്ടുമല്ല. സർക്കാർ സംവിധാനങ്ങളും മന്ത്രിസഭയൊക്കെയാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് KSUവിന് അവകാശപ്പെടാമല്ലോ. അത് അവർക്ക് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം സമരം ചെയ്ത ഒരു സംഘടന, പലപ്പോഴും കോൺഗ്രസിന്റെയും UDFന്റെ സമര സന്ദേശങ്ങൾ കേരളത്തിന്റെ തെരുവിലെത്തിച്ച ഒരു സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലും സങ്കടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിക്കൂടായിരുന്നു. അക്കാര്യത്തിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഓക്കെ, അങ്ങയുടെ ഒരു പോസ്റ്റിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. പണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത് പോലീസ് ചവിട്ടിയൊടിച്ച് കാലുമായി മാസങ്ങളോളം വീട്ടിൽ കിടക്കുമ്പോൾ കുസാറ്റിലെ SFIയുടെ തല്ലുകാരനായ വടക്കേക്കൂട്ട് വക്കീലും ഇന്ന് UDF കാലത്തെ പ്ലീഡർ. ഈ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്തതല്ലാത്ത നിരവധി പേരുകൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ പല നേതാക്കൾക്കുമുണ്ട്. എന്നെ തന്നെ ചില നേതാക്കൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതിൽ ശരിക്കും ഒരു ആശങ്ക ജിൻഡോയ്ക്കുണ്ടോ? ഈ പ്ലീഡർ നിയമനത്തിലൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടിയുമായി ബന്ധമില്ലാത്തവർ, മറ്റു പാർട്ടിയിൽ നിൽക്കുന്നവർ, എന്തിന് സംഘപരിവാർ ബന്ധമുള്ളവർ പോലും വന്നുകൂടുന്ന സാഹചര്യം? അല്ല, അതങ്ങനെ ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് ആ അഭിപ്രായം പങ്കുവച്ചത്. ഇപ്പം കോൺഗ്രസിലും UDFിലും ഒക്കെ ഏത് പാർട്ടിയിലുള്ള ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും വരാം. എത്ര ആളുകൾ വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന അത്രയും വിശാലമായ സംവിധാനമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും. നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്, പല ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇവർ വരുമ്പോൾ നമ്മൾ കൂടി അറിയണ്ടേ, ഇത്രയും കാലം നമ്മുടെ കുട്ടികളെ തല്ലിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തല്ലാൻ നേതൃത്വം കൊടുത്ത അതിന് കൈയടിച്ചുകൊണ്ടിരുന്ന ആളുകൾ
നമ്മുടെ പാർട്ടിയിലും സംവിധാനത്തിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ കൂടി അറിയണ്ടേ? അറിയുമ്പോഴല്ലേ അവരെ നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റുക. അവരും കൂടി നമ്മുടെ പക്ഷത്തേക്ക് വന്നു, നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ട് രാഷ്ട്രീയമായിട്ട് തോന്നിയിട്ട് വന്നതായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയണമായിരുന്നു. ഇവരൊക്കെ പ്ലീഡറും മറ്റു നിയമനങ്ങളിൽ എത്തുമ്പോഴാണ് ഇവർ കോൺഗ്രസും UDF ആയത് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞറിയുന്നത് ഇല്ലാത്ത സങ്കടമാണ്. കാരണം സമരകാലത്തുണ്ടായിരുന്നില്ല, സംഘടനാ പ്രവർത്തന കാലത്തുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഇവർ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വന്ന കാലം അടിയന്തരാവസ്ഥ കാലം ഒന്നുമല്ല, രഹസ്യമായി സംഘടനാ പ്രവർത്തനം നടത്താനായിട്ട്. അപ്പോൾ വന്നത് സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഭാരവാഹികളോ മറ്റാരെങ്കിലും അറിയണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്തവർ വരുമ്പോൾ ഇത്തരം ആശങ്കകൾ വരും. ഈ ജിൻഡോ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് രാഷ്ട്രീയമായിട്ട് ഭാവിയുമുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ തുറന്നൊക്കെ പ്രതികരിക്കുമ്പോൾ അതൊക്കെ തിരിച്ചടിയാവും എന്നൊരു ഭയമുണ്ടോ? കാരണം പല ആളുകളും പല പ്രതികരണവും നടത്താം എന്ന് നമ്മൾ കരുതിയ ആൾക്കാരും ഇപ്പോൾ തൽക്കാലം മൗനം പാലിച്ചിരിക്കുകയാണ്. ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ വരാനിരിക്കുന്നു. അല്ല, ഇതിൽ ഈ ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾക്കോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനിയായ VD സതീശൻ അങ്ങനെ ഒരു വൈര്യനിരാധന ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം തന്നെ കേരളത്തിലെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ എത്രയോ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ച നിലപാടുകൾ എടുത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹമാണ് ഒറ്റപ്പെട്ട ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പലരും ഉണ്ടാകാം, ശുപാർശ ചെയ്തവരുണ്ടാകാം, കത്തെഴുതി കൊടുത്തവരുണ്ടാകാം, ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകാം, പലരും ഉണ്ടാകാം. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ ഒറ്റപ്രതി എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ കുറേ കാലത്തെ അനുഭവം. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവും ഇല്ല. കാരണം ഞാൻ ഭയമില്ലാതെ സംസാരിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനുമാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. നമ്മൾ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ, മറ്റു പല ജോലികളുടെയും ഭാഗമായിട്ട് നമ്മൾ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ രാഷ്ട്രീയം പറയാൻ കൂടിയുള്ളതാണ്. രാഷ്ട്രീയം നമ്മൾക്ക് സ്വകാര്യം പറയാനുള്ളതല്ല, രാഷ്ട്രീയം പരസ്യമായി പറയാനും നിലപാടെടുക്കാനുള്ളതാണ്. അതിന് ഞാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്ത് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, കോൺഗ്രസിൻ്റെയും UDF പ്രവർത്തകർ വലിയ ആവേശമായിട്ടാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രിയദർശിനി പോലെയുള്ള പദ്ധതികൾ വലിയ ആഘോഷപൂർവ്വമാണ് UDF അത് ഏറ്റെടുക്കുന്നതുമെല്ലാം. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ ജിൻഡോ? അത് KSUവിനെതിരെ പറഞ്ഞതാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണെങ്കിലും KSUവിൻ്റെ അധ്യക്ഷനിത ഈ നിമിഷം വരെയും കാണാൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി. അല്ല, അതിലെ വസ്തുതകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അലോഷിയായിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ മറ്റ് കേന്ദ്രങ്ങളുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്കറിയില്ല അദ്ദേഹം അതിന് ശ്രമിച്ചിട്ട് അവസരം കിട്ടാതിരുന്നാണോ നിഷേധിക്കപ്പെട്ടാണോ എന്ന് പറയാനായിട്ട് എനിക്ക് അക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു അറിവില്ല. പക്ഷേ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഒരുപാട് ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിലെ MLA AD തോമസിനെയൊക്കെ അവർ KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇൻവെർട്ടഡ് കോമയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാനെ അടക്കം അവരുൾപ്പെട്ട കേസ് അന്വേഷിക്കാൻ SITയെ നിയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയപ്പോൾ ആ ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് കൈയടിച്ചത് കോൺഗ്രസ്സുകാരും UDFകാരും മാത്രമല്ല, കേരളത്തിലെ സാമാന്യ നീതിബോധമുള്ള സകല മനുഷ്യരും കൈയടിച്ചു. കാരണം അതൊരു നീതി നിഷേധമായിരുന്നു എന്നുള്ള ബോധമുള്ള ആളുകൾ CPMൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് പ്രിയദർശിനി സർവീസ് നടത്തുന്നു. ഇതൊക്കെ വല്ലാത്ത രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന കാര്യമാണ്. ഹർഷീനയ്ക്ക് ജോലി കൊടുത്തത് അടക്കമുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആശാ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചേഴ്സിന്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളും ജനങ്ങൾ കാത്തിരുന്നതുമാണ്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഒപ്പമാണ് സംഘടനാപരമായി ഈ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച കുറേ ആളുകൾക്ക് ആശങ്കയുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പലതും ആശങ്കയായിട്ട് ഉയർത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയും മാറ്റുകയും തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ അഭിനന്ദിച്ചും അനുകൂലിച്ചും പിന്തുണച്ചും നമ്മൾ സംസാരിക്കുന്നു. ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ചാനലുകളിലും പൊതു രംഗത്തും ചായക്കടകളിലും നമ്മുടെ യാത്രകളിലും ഒക്കെ കേരളത്തിന്റെ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നിരന്തരം സംസാരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതേസമയം തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കുന്നു. ഈ PM നിയാസിനെ പോലുള്ള ആളുകൾക്ക് അവിടെ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് തുറന്നു പിന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മൾ അലോഷിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ അതേസമയം ശശികല ടീച്ചർക്കും RV ബാബുവിനും ഒക്കെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഞങ്ങൾ കൊടുത്ത പരാതി അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്ന് പോസ്റ്റിടാനുമുള്ള ധൈര്യം കിട്ടുന്നു.
അല്ല, മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും അവകാശമുണ്ട്. മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. UDF-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും, BJP-കാരുടെയും RSS-കാരുടെയും CPM-കാരുടെയും CPI-കാരുടെയും എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ ആർക്കും സന്ദർശിക്കാം. സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കാം. പക്ഷെ അദ്ദേഹം അനുഭാവപൂർവ്വമാണോ ആ കാര്യങ്ങൾ പരിഗണിച്ചത് എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. അതങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം എല്ലാവരുടെയും അപേക്ഷ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ ഏത് കാര്യത്തിൽ അനുകൂലമായിട്ട് മിനിമം സംഘപരിവാറിന് കൊടുക്കുന്ന പ്രിവിലേജ് എങ്കിലും KPCC-യുടെ സെക്രട്ടറിക്കും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊടുക്കണം എന്നാണ് ഇന്നലെ അനൂപ് പറഞ്ഞത്. അത് ചില സാഹചര്യങ്ങളിൽ തോന്നുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സംഘപരിവാറിന് അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവവും ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഒരു തരത്തിലും തോന്നിയിട്ടില്ല. ചില സാഹചര്യത്തിൽ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ അത്തരം ആളുകൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമൊക്കെ തോന്നൽ വരാം. പക്ഷെ ആ തോന്നലുകളുടെ പേരിൽ അദ്ദേഹത്തെ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ ഭയമുണ്ടോ ജിൻഡോ? നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ശ്രീ അരുൺകുമാർ, എനിക്കൊരു ഭയമില്ല. എനിക്ക് എന്തിനാ ഭയക്കുന്നത്? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇത് PT തോമസിന്റെയും G കാർത്തികേയന്റെയും ഒക്കെ പാർട്ടിയാണ്. ഇത് VD സതീശന്റെ പാർട്ടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ആ മന്ത്രിസഭയുടെ കാലത്ത് MLA ആയിരുന്നുകൊണ്ട് വിമർശിച്ച VD സതീശന്റെ പാർട്ടിയാണ്. അതുപോലെ ഈ പാർട്ടിയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാമെന്നേ. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ജയിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടി പാർട്ടിയാണ്. അപ്പൊ അഭിപ്രായം പറയാം. തെറ്റുണ്ടെങ്കിൽ എന്നെയും തിരുത്താം. എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ശരി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന പൂർണ്ണ പ്രതീക്ഷയുള്ള